ഇന്ന് ഗസ്റ്റ് ഉണ്ട്. പക്ഷേ ഗസ്റ്റ് അവിടെ എത്തിക്കണേ, റിസോർട്ടിന് മുമ്പിലുണ്ട്. ഞാനാണെങ്കിൽ പോരേലും വണ്ടിയില്ല, നിഷ്മലിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. അവസ്ഥ ഓല് ചെറിയൊരു ലാഗായി. അല്ല അപ്പം എന്താ പറയുക, ഓല് മേപ്പാടി എത്തിയിട്ട് വിളിക്കണ്ടേ, വിളിച്ചില്ല. നേരെ റിസോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് വിളിച്ചു. അപ്പോൾ നിഷ്മലിനെ വിളിച്ചിട്ട് കിട്ടണമില്ല, വണ്ടീൻ്റെ കീ അവിടെ വയ്ക്കാൻ. ഞാൻ അവിടെ പോയിട്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ 8ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. 2 ദിവസം കൂടിയുള്ളൂ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായി. പക്ഷെ നല്ല മടിയുണ്ട് കേട്ടോ എന്താണെങ്കിലും ചെയ്യാൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും ബാച്ചിലേഴ്സാണ്, 6 ആൾക്കാരുണ്ട്, ചെക്കന്മാരാണ്. അലമ്പാക്കാത്ത മതിയായിരുന്നു, വേറെ സീനൊന്നുമില്ല. അവർക്കുള്ളൊരു പുതപ്പും സ്മെല്ലോടെ ഉള്ളത് അത് കൊടുക്കണം, പോകണം. അപ്പോൾ ക്ലാസ് ഇനി എന്താക്കിയേക്കണേ, ഗസ്റ്റിൻ്റെ പൈസ കയ്യിലായിരുന്നു, അതൊന്ന് അക്കൗണ്ട് കിട്ടി. പിന്നെ തക്കുടൂനെന്തോ കല്ലുമ്മക്കായാണെന്ന് പറഞ്ഞാൽ വാങ്ങിയേക്കണേ. മനൂസിന് വണ്ടി, നിഷ്മലാനിയന് വണ്ടി കൊടുത്ത് ഒന്നിവിടെ ഇറക്കി തിരിച്ചടക്കുകയാണ്. ഇനി എന്താ വിഷയമെന്ന് വെച്ചാൽ നാളെ ഫുഡിൻ്റെ ഇത് ഹോട്ടൽ അടച്ചിരിക്കുകയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് സുമേത്താത്താനത്ത് ചോദിച്ചു നോക്കണം, 5 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി തരുമോ. പൈസ നമ്മൾ കൊടുക്കും. പക്ഷേ ഇവിടെ എന്താ വിഷയമെന്ന് വെച്ചാൽ ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ പോയിടും, നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. കാലിൻ്റെ അടിക്കന്മാർ വേർക്കണ്. എന്നാൽ കണ്ടിൻ്റെ കാൽപ്പാടുണ്ട്. എന്നാൽ ശരി. പിന്നെ മുട്ട റെഡിയാക്കാൻ ആൾക്കാർ വരും നാളെ തോന്നണേ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓർത്തുണ്ടാവും. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു, ഇപ്പോഴാണ് അടിക്കണമില്ല. വന്നില്ല. ഇത് രസാലേ, നമ്മളെ നാട് കുറച്ച് സീനാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വിഷയം ഇത് ഭംഗിയാ. കാണിച്ചു തരാം, അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഫുൾ മലകൾ, അതിൻ്റെ അടുത്തുനിന്ന് വരുന്ന് സൂര്യൻ വരുന്ന്. വിഷയം ഒന്നും പറയാനില്ല. നാട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാവണം നാട്. എന്ത് സമാധാനപരമായ നാടാണ്. ഞാൻ ഹാപ്പിയാണ് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഈ നാട്ടിൽ ഇങ്ങനെ നടക്കാനില്ല, ഇത് രസമാണ്. ഓ കണ്ട പശുവിനെ കണ്ട, പശുമ്പ നാട്. എപ്പോൾ ഇങ്ങനെ പൊടിച്ചു പോകണം. ഇപ്പോൾ ഇവിടെ പോലീസ് ഉണ്ടാവണം. എന്നിട്ട് പോലീസ് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടാണ്. ചെക്കന്മാരൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവരേതാണ് ഈ പൊട്ട ഇങ്ങനെ നടണ്ട ആൾക്കാരുണ്ട്. ഞാൻ നിർത്തുകയാണ്, അംസുസ്താക്കാണല്ലോ. അപ്പം ശരി. ഇന്നലെ ഒരാഴ്ച പഞ്ചസാര ഇല്ല, ഇന്ന് എണ്ണക്കടി ഇല്ല, പാൽ കേക്ക് കിട്ടില്ല, മധുരമുള്ള പാൽ കേക്ക്. നമുക്ക് കൊറേ കടിയുണ്ട്. പഞ്ചസാര ഇല്ലാത്ത ചായയും നല്ല പഞ്ചസാര ഡ്രൈ ആ മകളെ. വൈകുന്നേരം ക്ലൈമറ്റ് നോക്കി സുഖമില്ലാത്തൊരു ചെക്ക്. മധുരം കുറച്ച് ആഴ്ചയില് ഓരോരോ ഇതാണ്. അതായത് ഇന്ന് മധുരമല്ല, ഫുൾ ഷുഗർ കട്ട്. ഇതാ ഒരുത്തം കണ്ടോ, എണ്ണക്കടി ഇല്ല, എന്നിട്ട് പാൽ കേക്ക് ഉണ്ട്. ആ മധുരമല്ല പാൽ കേക്ക്, പാല് കുടിക്കൂലാറുണ്ട്, കട്ടൻ കാപ്പി, എന്നിട്ട് പാൽ കേക്ക് എന്താ. ഇങ്ങനത്തെ മധുരം കുറവ് ചായ ഇത് വാങ്ങിട്ട് പിന്നെ മെല്ലെ മധുരം കുടിക്കുമ്പോൾ കറക്റ്റാണ്. ഇവന്റെ വേറെ വിറ്റുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അറിയില്ല. വിത്തൗട്ട് ചായ പറഞ്ഞിട്ടേ ചായ അടിക്കണ ചങ്ങാൻ്റെ അടുത്ത് പറഞ്ഞു വിത്തൗട്ട് ചായ. അതിന് കുറച്ച് തന്നെയാണ്, 1 സ്പൂൺ ഇട്ടിട്ട് വിത്തൗട്ട് ചായ, 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട്. നല്ല ബുദ്ധിയുള്ളക്കന്മാരാ. വിത്തൗട്ട് ചായ 1 സ്പൂൺ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട്. അതൊന്നല്ല ഗായ്സ്, അത് സംഭവം അറിയാം. ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റി, ഞങ്ങൾ പൊറാട്ടയും ബീഫോ തിന്നാൻ വേണ്ടി. അല്ല പൊറാട്ട മറ്റേ പഴംപൊരിയും ബീഫും. പിന്നെ ഞാൻ വിത്തൗട്ട് വെച്ചിട്ട് എന്ത് കാര്യം. അങ്ങനത്തെ ഒരു മൈൻഡുള്ള വെക്കാരാ, പറഞ്ഞിട്ട് കാര്യമില്ല. നാസ്രാഖാൻ്റെ കടയിൽ ഒരു സീന് ചിപ്സ് ഉണ്ട്, കാന്താരി ചിപ്സ്. അപ്പോൾ
അതുണ്ടോട്ടെ, അത് സീന് സാധനമാണ്. അതുണ്ടെങ്കിൽ അത് വാങ്ങുക, തിന്നിട്ട് ഇങ്ങനെ എരിവ് വലിച്ച് അങ്ങനെ ഇരിക്കുക, പൊളിക്കൂലേ. എന്നപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലത്തെ ഫുഡ് സുമേതാത്ത സെറ്റാക്കി തരാറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ടെൻഷനില്ല. നമുക്ക് താത്ത സെറ്റാക്കി തന്നാൽ നമ്മൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതിയല്ലോ. ഒരു 6 ആൾക്കുള്ള ഫുഡ് 30 പോലും സെറ്റാക്കി തരാറുണ്ട്. ഇനി ആ കാന്താരി മുളകിൻ്റെ സാധനം കൂടി ഉണ്ടെങ്കിൽ അടിക്കുക പോവുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് 8. അപ്പോൾ 8ാമത്തെ ദിവസമാണ് കംപ്ലീറ്റ് ആയിക്കണ്. ഫുഡ് കഴിച്ചെന്താ അതാണ്. വേറൊന്നുമില്ല. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബൈ.